അസ്സലാമു അലൈക്കും പ്രിയ സഹോദരങ്ങളെ, ഒരു ഉമ്മയുടെ ഹൃദയം എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. മക്കളുടെ കാര്യത്തിൽ എപ്പോഴും ചിന്തയും പ്രാർത്ഥനയും നിറഞ്ഞ ഹൃദയമാണ് ഒരു ഉമ്മയുടെ ഹൃദയം. പ്രത്യേകിച്ച് മക്കളുടെ എല്ലാ കാര്യത്തിലും, പരീക്ഷയുടെ കാര്യത്തിലായാലും ഏത് കാര്യത്തിനായാലും. മക്കളുടെ പരീക്ഷ വരുമ്പോൾ നമ്മുടെ ഉമ്മമാർക്കാണ് കൂടുതൽ ടെൻഷൻ അനുഭവിക്കുന്നത്. എൻ്റെ മകൾ നല്ല മാർക്ക് കിട്ടുമോ, പഠിച്ചതൊക്കെ ഓർമ്മ കിട്ടുമോ, അവരുടെ ഭാവി എന്താവും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അമ്മമാർക്കാണ് ഇതിൽ ടെൻഷൻ കൂടുതൽ. അങ്ങനെ ദിവസവും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന അമ്മമാർ ധാരാളമുണ്ടല്ലോ. ഒരു ഉമ്മയുടെ ദുആ വലിയ ശക്തിയുണ്ട്. ഉമ്മ ഹൃദയം നിറഞ്ഞ് ചെയ്യുന്ന ദുആ അള്ളാഹു വേഗം സ്വീകരിക്കുന്നതാണ്. അതുകൊണ്ട് മക്കൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഉമ്മമാർ ചൊല്ലിക്കൊടുക്കുവാൻ അല്ലെങ്കിൽ മക്കളെ കൊണ്ട് ചൊല്ലിപ്പിക്കുവാൻ പറ്റിയൊരു ഖുർആനിക ആയത്താണ് ഈ ആയത്ത്. മക്കൾക്ക് പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ഈ ആയത്ത് പറഞ്ഞു കൊടുത്താൽ തീർച്ചയായും അവരുടെ ഓർമ്മശക്തി നിലനിൽക്കുകയും പഠിച്ചതൊന്നും മറന്നു പോകാതിരിക്കുകയും ചെയ്യും. ഈ ഖുർആൻ ആയത്ത് ചൊല്ലുന്നതിലൂടെ മക്കൾക്ക് ആത്മവിശ്വാസം, അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കാൻ സഹായിക്കുന്ന ഒരു മനോഹരമായ ആയത്താണ്. പരീക്ഷയുടെ സമയം വരുമ്പോൾ നമ്മുടെ മക്കൾക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. ഞാൻ പഠിച്ചത് മറന്നു പോകുമോ എന്നുള്ള ടെൻഷൻ. അതുകൊണ്ട് മക്കളാരും വിഷമിക്കുകയുണ്ട്. അള്ളാഹുവിനെ ആശ്രയിക്കുന്നവർ അള്ളാഹു ഒരിക്കലും നിരാശരാകുകയില്ല. ആ ആയത്താണ് വസ്സാബിഖൂൻ വസ്സാബിഖൂൻ ഉലായിക്കൽ മുഖറബൂൻ. വസ്സാബിഖൂൻ വസ്സാബിഖൂൻ ഉലായിക്കൽ മുഖറബൂൻ. നന്മകളിൽ മുൻപന്തിയിൽ നിൽക്കുന്നവൻ അവരാണ് അള്ളാഹുവിന് ഏറ്റവും അടുത്തവരായി മാറുന്നവൻ. അർത്ഥം, നന്മകളിൽ മുൻപന്തിയിൽ നിൽക്കുന്നവർ അവരാണ് അള്ളാഹുവിന് ഏറ്റവും അടുത്തവരായി മാറുന്നത്. പ്രിയപ്പെട്ട ഉമ്മമാരെ, ഈ ആയത്ത് പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് മക്കൾക്ക് അറിയാമെങ്കിൽ മക്കളെ കൊണ്ട് ചൊല്ലിക്കുക. 7 പ്രാവശ്യമോ 11 പ്രാവശ്യമോ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ചൊല്ലിക്കുക. അല്ലെങ്കിൽ നമ്മൾ തന്നെ ചൊല്ലി മക്കളുടെ തലയിൽ ഊതി കൊടുക്കുകയോ അവരുടെ പേനയിലോ അതിലൊക്കെ ഊതി കൊടുക്കുകയോ ഒക്കെ ചെയ്താൽ അവർക്ക് പരീക്ഷ എഴുതാനുള്ള ആത്മവിശ്വാസവും മറന്നു പോകില്ലെന്നുള്ള വിശ്വാസം എല്ലാം ഉണ്ടാകും. മകളെ, പഠിക്കുന്നത് നിങ്ങളുടെ കടമയാണ്. വിജയം നൽകുന്നത് അള്ളാഹുവാണ്. നിങ്ങൾ പരിശ്രമിക്കുകയും അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും ചെയ്താൽ അള്ളാഹു നിങ്ങൾക്ക് നല്ല വിജയം നൽകുക തന്നെ ചെയ്യും. പ്രിയ മക്കളെ, ജീവിതത്തിൽ മുന്നിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നവർ ആദ്യമായി അള്ളാഹുവിനോട് ബന്ധം ശക്തമായിരിക്കണം. സമയത്ത് നമസ്കാരങ്ങൾ നിങ്ങൾ ചെയ്യുക, ദുആ ചെയ്യുക, ഖുർആൻ ഓതുക, മാതാപിതാക്കളെ സന്തോഷിപ്പിക്കുക. ഇങ്ങനെ നല്ല കാര്യങ്ങൾ മുന്നിൽ നിൽക്കുന്നവരെ അള്ളാഹു ഒരിക്കലും കൈവിടുകയില്ല. പരീക്ഷയ്ക്ക് പോകുമ്പോൾ നിങ്ങൾ പഠിച്ചതൊക്കെ ഓർമ്മ വരാൻ അള്ളാഹുവിൻ്റെ സഹായം ചോദിക്കണം. പരീക്ഷ ആവുമ്പോൾ നമ്മൾ മക്കളുടെ ടെൻഷനും ഭയവും മറക്കുമോ എന്നുള്ള ആശങ്കയെല്ലാം മാറിക്കിട്ടുന്നതാണ്. നമ്മൾ ഉമ്മമാരോട് പറയാനുള്ള പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മൾ മക്കൾക്കായി ചെയ്യുന്ന ദുആ ഒരിക്കലും വെറുതെയാകില്ല. ഒരു ഉമ്മയുടെ ഹൃദയം നിറഞ്ഞ ദുആ അള്ളാഹുവിൻ്റെ അർശ് വരെ എത്തുമെന്ന് ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മക്കൾ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് അവരുടെ തലയിൽ വെച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്യൂ. അള്ളാഹു നമ്മുടെ എല്ലാ മക്കൾക്കും നല്ല ബുദ്ധിയും നല്ല വിജയവും നല്ല ഭാവിയും നൽകട്ടെ. ഉമ്മമാരുടെ ദുആക്ക് വലിയ ശക്തിയുണ്ട്. ഹൃദയം നിറഞ്ഞ് ചെയ്യുന്ന പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും മാറാകും അട്ടെ. ആമീൻ റഹ്മത്തിക്ക് യാ റഹ്മാൻ. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇൻഷാ അല്ലാഹ്. ലൈക്ക് ചെയ്യാതെ പോകരുതേ. നിങ്ങളുടെ സപ്പോർട്ടാണ്